മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ മിന്നിമറയുന്ന ചില കൊലയാളികളുടെ ചിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങുന്ന, കണ്ണുകളിൽ ഒട്ടും തിളക്കമില്ലാത്ത ഒരുതരം നിർവികാരമായ ചിരി. ആ ചിരിക്ക് പിന്നിൽ ഭയപ്പെടുത്തുന്ന വലിയൊരു ശൂന്യതയുണ്ട്. ചുറ്റുമുള്ള മനുഷ്യരെ ജീവനുള്ളവരായി കാണാതെ തനിക്ക് ഇഷ്ടം പോലെ കളിപ്പിക്കാനും തകർത്തെറിയാനുമുള്ള വെറും പാവകളായി മാത്രം കാണുന്നവരാണവർ. സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ഒരു ലോകത്തെ ഏകാധിപതികളാണവർ. ഇത് അങ്ങനെയുള്ള രണ്ട് ചിരികളുടെ കഥയാണ്. കാലം കൊണ്ടും ദൂരം കൊണ്ടും അകന്നു നിൽക്കുന്ന, എന്നാൽ ക്രൂരത കൊണ്ടും ദുർമന്ത്രവാദങ്ങളുടെ വിചിത്ര ലോകം കൊണ്ടും ഒന്നിച്ചു നിൽക്കുന്ന രണ്ടുപേരുടെ കഥ. 2017 ഏപ്രിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനടുത്തുള്ള നന്ദൻകോട്ടെ ഒരു വീട്. അവിടെ നിന്ന് ഉയർന്ന കരിഞ്ഞ ഗന്ധം കേരളത്തെയാകെ ഞെട്ടിച്ചു. കേതൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛനെയും അമ്മയെയും ബന്ധുവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. കൊലപാതക സമയത്ത് അവൻ ആർത്തു ചിരിച്ചു. 3 ദിവസത്തോളം ആ മൃതദേഹങ്ങൾക്കിടയിൽ താമസിച്ച് യാതൊരു കൂസലവുമില്ലാതെ ഭക്ഷണം കഴിച്ചു. പിടിക്കപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞത് പോലീസിനെ പോലും കുഴക്കി. ആസ്ട്രൽ പ്രൊജക്ഷൻ, അതായത് അവരുടെ ആത്മാക്കളെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് വിടാനാണ് താനിത് ചെയ്തെന്ന വിചിത്രമായ വാദം. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരാം. വിജനമായ ഒരു തെരുവിൽ പീയൂഷ് എന്നൊരാൾ ഇരുട്ടിൽ ചന്ദനത്തിരികൾ കത്തിച്ചു വെക്കുന്നു. മരിച്ചവരുമായി എങ്ങനെ സംസാരിക്കാമെന്ന് അവൻ യൂട്യൂബിൽ നോക്കി പഠിക്കുകയാണ്. മണിക്കൂറുകൾക്ക് മുൻപേ ഇൻഡോറിൽ വെച്ച് താൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ ആത്മാവിനോട് സംസാരിക്കാനാണ് ഈ ഒരുക്കം. ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവളെ കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നതാണവൻ. മരിച്ചെന്നുറപ്പായപ്പോൾ നെഞ്ചിൽ കത്തി കൊണ്ടാഞ്ഞു കുത്തി. ആ മൃതദേഹത്തോട് അതിക്രമം കാണിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട അവൻ ഇരുട്ടിൽ ആത്മാവിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംഭവിച്ചതല്ല. കൃത്യമായ പ്ലാനിങ്ങോടെ അവൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ഭ്രാന്തൻ ലോകത്തിരുന്ന് ചെയ്തതാണ്. തലച്ചോറിലെ ഇരുട്ടറകൾ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ഇത്ര ക്രൂരരാകാൻ കഴിയുന്നു? പ്രശസ്ത ശാസ്ത്രജ്ഞനായ റോബർട്ട് സപ്പോൾസ്കി ഇതിനൊരു ഉത്തരം നൽകുന്നുണ്ട്. ഇവരെ വെറും രാക്ഷസന്മാരെന്ന് വിളിച്ച് തള്ളിക്കളയാനാകില്ല. ഇവരുടെ തലച്ചോറിന്റെ ഘടന തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ ഒരാളുടെ വേദന കാണുമ്പോൾ അത് നമുക്കും അനുഭവപ്പെടും. എന്നാൽ ഇത്തരം സൈക്കോപാത്തുകളുടെ തലച്ചോറിൽ വികാരങ്ങളെയും യുക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നിരിക്കുകയാണ്. തെറ്റ് ചെയ്യുമ്പോഴോ മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോഴോ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന കുറ്റബോധമോ ഭയമോ അറപ്പോ ഇവർക്കുണ്ടാകില്ല. കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ അഴുകുന്നതിനടുത്തിരുന്ന് കേതലിന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ്. അറപ്പ് തോന്നേണ്ട തലച്ചോറിലെ ഭാഗം അവനിൽ പ്രവർത്തിക്കുന്നില്ല. ഇവരുടെ അക്രമം നിയന്ത്രണം വിട്ടുപോകുന്നത് കൊണ്ടല്ല സംഭവിക്കുന്നത്, മറിച്ച് എല്ലാം തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. ദൈവമാകാൻ ശ്രമിക്കുന്നവർ. എന്തിനാണ് ഇത്തരം കൊലയാളികൾ മന്ത്രവാദങ്ങളെയും ആത്മാക്കളെ വിളിക്കുന്നതിനെയും കൂട്ടുപിടിക്കുന്നത്? അതിന് പിന്നിൽ മനുഷ്യന്റെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുണ്ട്. ഞാനാണ് ദൈവമെന്ന തോന്നൽ, സ്വന്തം ന്യായീകരണങ്ങൾ. കൊലപാതകം എന്ന ഏറ്റവും വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വന്തമായി ചില ന്യായീകരണങ്ങൾ കണ്ടെത്തും. ഇതൊരു കൊലപാതകമല്ല, മറിച്ചൊരു ആത്മീയ കർമ്മമാണെന്ന് അവർ സ്വയം വിശ്വസിപ്പിക്കും. തങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്ന ചിന്തയാണ് അവർക്ക്. ആത്മാവിന് മേലുള്ള അധികാരം. ശരീരത്തെ കൊന്നതുകൊണ്ട് മാത്രം അവർക്ക് തൃപ്തിയാകില്ല. ഇരയുടെ മരണശേഷവും അവരെ നിയന്ത്രിക്കണം എന്ന ചിന്തയാണിത്. പീയൂഷ് യൂട്യൂബ് നോക്കി ആത്മാവിനെ വിളിക്കാൻ ശ്രമിച്ചത് ഇതിൻ്റെ ഭാഗമാണ്. നിന്റെ ശരീരം മാത്രമല്ല, മരണത്തിന് ശേഷമുള്ള നിന്റെ അനന്തതയും എൻ്റെ കൈകളിലാണെന്ന ഭയപ്പെടുത്തുന്ന പ്രഖ്യാപനമാണിത്. ഈ കൊലയാളികൾക്ക് സമനില തെറ്റിയതല്ല. അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ തങ്ങളുടെ ഭ്രാന്തിനനുസരിച്ച് അവർ മാറ്റിമറിക്കുകയാണ്. ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മെ തന്നെ തിരിച്ചു നോക്കുന്ന ശൂന്യതയാണവർ. ക്യാമറകൾക്ക് മുന്നിൽ ഒരു പുഞ്ചിരിയോടെ ലോകം തങ്ങളെ കണ്ട് ഭയക്കുന്നത് അവർ ആസ്വദിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു കഥയോ നാടകമോ എഴുതുകയാണെങ്കിൽ ഈ കൊലയാളികളുടെ മനസ്സ് വായനക്കാരിലെത്തിക്കാൻ എഴുത്തുകാർ പഠനങ്ങൾ തന്നെ നടത്താറുണ്ട്. ചിലത് ഞെട്ടിക്കുന്നതാണ്. മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഞെട്ടൽ കുറഞ്ഞു വരും. സ്വന്തം ഉള്ളിലെ ശൂന്യതയെ അഭിമുഖീകരിക്കാതിരിക്കാൻ മനുഷ്യർ എത്ര വലിയ അസംബന്ധവും പ്രവർത്തിക്കാൻ തയ്യാറാകും എന്നാണ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ കാൾ യുങ് നമ്മളോട് പറയുന്നത്.